ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കൂർക്ക കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടി, പിന്നെ ചേമ്പ് കൊണ്ടുള്ളൊരു മോര് കറി, കാബേജും ക്യാരറ്റും കൊണ്ടുള്ളൊരു ഉപ്പേരി, മുളക് വറുത്തതും അച്ചാറും മുട്ട ഓംലേറ്റും പപ്പടവും കൊണ്ടാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ താഴെ ഇപ്പോൾ ഒരാളെ കണ്ടില്ലേ, മണി. അവൾക്ക് ഞങ്ങൾ മണീന്നാണ് കേട്ടോ പേരിട്ട്. 1 മാസം മുമ്പേ ഏട്ടൻ അവളെ കൊണ്ടുവരുമ്പോൾ അവളുടെ കഴുത്തിൽ വലിയൊരു മുറിയും അത് ഫുള്ള് ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. നടക്കാൻ പറ്റാതെ മേല് മുഴുവൻ രോമമൊക്കെ കൊഴിഞ്ഞ് ഭക്ഷണത്തിന് അത്രയും ആർത്തിയോടെയാണ് അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അവളെ ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ കാണിച്ചു കേട്ടോ. കുറേ തവണ കാണിക്കേണ്ടി വന്നു. ഇപ്പോൾ അവളുടെ അസുഖമൊക്കെ മാറി. അവൾക്ക് എന്തൊരു സ്നേഹമാണെന്നറിയോ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ ഉപേക്ഷിച്ച് അവർക്ക് 1000 നന്ദി. ഞങ്ങൾക്കാണല്ലോ അവളുടെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായത്. ആരാ ഉപേക്ഷിച്ചെന്ന് നമുക്കറിയില്ല. റോഡിൽ കൂടെ അലയണത് കണ്ടു എന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവൾക്ക് 7 മാസമേ ആയിട്ടുള്ളൂ എന്നാണ്. അത്ര തന്നെ തോന്നുള്ളൂ. ഇപ്പോഴും ഫുൾ ആരോഗ്യമൊന്നും ആയിട്ടില്ല. എന്നാലും അവൾ അത്യാവശ്യം നടക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ എനിക്ക് പകൽ ഫുൾ അവളാണ് കേട്ടോ തുണ. മോനൊക്കെ സ്കൂളിൽ പോയാൽ, ഏട്ടനൊക്കെ വണ്ടിയും കൊണ്ടൊക്കെ പോയാൽ ഇവളാണ് എൻ്റെ ഫുൾ ടൈം. അവൾ എന്നോട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. മുമ്പൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവർക്കാണ് സത്യസന്ധമായിട്ടുള്ള സ്നേഹമുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്.